അല്ലേ കേരളല്ലേ? അതെ, നല്ല ഓതന്റിക് ഒരു ട്രഡീഷണൽ വേഷത്തിലാണല്ലോ. അതെന്താണ് ഇടയ്ക്കിടയ്ക്ക് തിളങ്ങുന്നു. ഞാൻ അറിഞ്ഞത് ഇവൻ ചീത്ത കൂട്ടുകെട്ടുകൾ നിന്നൊക്കെ മാറി നല്ലവനായി, ചീത്ത സ്വഭാവം എല്ലാം മാറ്റി അങ്ങനെയൊക്കെ പറയണുണ്ടല്ലോ. വേഷം തന്നെ മാറി, ധ്യാനം കൂടി എന്നൊക്കെ കേൾക്കുന്നു. പാറപ്പള്ളിയിൽ പോയായിരുന്നു നീ? ധ്യാനത്തിന് പോയി. നല്ല മാറ്റം ഉണ്ടായല്ലേ? നല്ല മാറ്റം ഉണ്ടായിരുന്നു. അതാണ് ഇങ്ങനത്തെ വേഷം തന്നെ മാറിയില്ലേ? ചന്ദനക്കുറി ഞാൻ സംശയിച്ചു, നിന്റെ മുഖത്തോട്ട് നീ തെറ്റൊന്നും ചെയ്യാണ്ട് ഒന്ന് ചുമ്മാ തോണ്ടുകയും തട്ടുകയും വെറുതെ നിന്നെ അടിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് ധ്യാനത്തിന് ശേഷം നിനക്ക് എന്തായിരിക്കും നീ ചെയ്യുന്നത്? എന്താണ് പ്രതികരണം? അവരോട് എനിക്കൊന്നും പറയില്ല. അവരോട് ദൈവം കൊടുക്കട്ടെ. എനിക്ക് അടിക്കുന്നത് അവർക്ക് ദൈവം തന്നെ തിരിച്ചടി കൊടുക്കും. അങ്ങനെയൊക്കെ ആയി ഇപ്പൊ. എന്തൊരു മാറ്റം അല്ലേ? പക്ഷെ അപ്പോഴും ശരിക്കും മാറിയിട്ടില്ല. ഇപ്പൊ പെമ്പിള്ളേരൊക്കെ എങ്ങനെയാ കാണണേ ഇപ്പൊ? എല്ലാ സഹോദരിമാരായി. അതൊക്കെ നിക്കട്ടെ, നമ്മുടെ കാര്യത്തിൽ എത്തിപ്പോഴേ ഇപ്പൊ ലവ്ലി പറഞ്ഞ ആളവിടെ ഉണ്ടോ? ലവ്ലി എന്ന് പറഞ്ഞ ആരാണ്? അല്ല ഇപ്പത്തെ നിന്റെ ലവ്ലി ആരാ? ഞാൻ ഇപ്പൊ ധ്യാനത്തിന് പോയില്ലേ, ഇനി അവിടെ പോകാനാ. നോ ലവ്ലി ഇപ്പൊ ബ്രഹ്മചാരിയാണ്. ഇപ്പൊ ലവ്ലി എന്ന് പറഞ്ഞ സംഗീതമാണ് അല്ലേ? സംഗീതമാണ്. നീ പഴയ ഒരു സ്റ്റാർട്ടിംഗ് ടൈമിൽ തിരിച്ചു വന്ന പോലത്തെ ഒരു ഫീൽ എനിക്കും വരുന്നുണ്ട്. ഉഗ്രൻ സിംഗറാണ്, നിന്റെ കഴിവിനെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല. അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ സിംഗറാണ് നീ. അതൊക്കെ നീ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. തമിഴ് പൊണ്ണ് വந்தாச்சு വந்தாச்சு. മഴ വിൽക്കുടി കാവടി അതാണോ ഇത്? ചക്കര നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഞാൻ മുടി കെട്ടിയതൊന്ന് നോക്കട്ടെ. കനകാംബരപ്പൂവോ? എക്സ്റ്റൻഷനാ? കനകാംബരപ്പൂവാണോ പുറകില്? ചില സത്യങ്ങളൊന്നും വിളിച്ചു പറയരുത്. അതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം. പക്ഷെ കനകാംബരപ്പൂവിന്റെ കളറാണ്. അതെ മോളെ, ഇന്ന് ഞാൻ കൊറേ കനകാംബരം അന്വേഷിച്ചു. പിന്നെ എന്റെ ഇതിന് ചേരുന്നത്. പക്ഷെ കനകാംബരപ്പൂവൊക്കെ ഇവിടെ കണ്ടിട്ട് കേരളത്തിൽ കണ്ടിട്ട് കുറെ നാളുകളായി. അങ്ങനെ അന്വേഷിച്ച് ആ പുറകിലത്തെ റബ്ബർ തോട്ടം വഴിയൊക്കെ ഒരുപാട് പോയി. പിന്നെ ഇന്ന് എപ്പിസോഡ് വരാൻ പറ്റില്ലല്ലോ ഓർത്ത് പിന്നെ ചേച്ചി ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് റിമിയെ വിളിച്ചു. റിമിയാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ചോദ്യം കണ്ണാന്തുമ്പിയാണ് ഏറ്റവും ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പാടിയ പാട്ട് അല്ലാണ്ട് അങ്ങനെ നോക്കണോ എന്തോ ഒരു പാട്ട് ചേച്ചി പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് അത് പറയാൻ. അപ്പൊ ഞാനൊരു ഉത്തരത്തിലെത്തി കണ്ണാന്തുമ്പി. കണ്ണാന്തുമ്പി നമ്മുടെ ഫസ്റ്റ് മത്സരത്തിൽ അല്ലെങ്കിൽ ആദ്യം പഠിച്ചു പാടുന്ന പാട്ട് എന്ന് പറയുമ്പോ കണ്ണാന്തുമ്പിയോടൊരു വല്ലാത്ത ഒരു ഇതുണ്ട്. എന്താ ചോദിക്കാൻ കാരണം? അതെന്താ അറിയോ? റിമിയാന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കണ്ണാന്തുമ്പിയാണ്. അപ്പം അടുത്ത സ്റ്റേജിൽ ഞാൻ അത് വരുമ്പോ ഞാൻ ആ പാട്ട് പഠിച്ചോണ്ട് വന്ന് ഇവിടെ 2 വരി പാടും. എന്നിട്ട് ഞാൻ റിമിയാന്റിയെ ഇൻവൈറ്റ് ചെയ്യും. അയ്യോ എല്ലാം റിമിയാന്റി എങ്ങനെ പാടുന്നോ അതുപോലെ ഞാൻ പാടും. നന്നായി, നല്ല നല്ല ഇതല്ല, ഞാൻ പഠിച്ചിട്ട് പാടി. മതി